നമസ്കാരം. സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ ജഗദ്ഗുരു സാക്കർ വിശ്വഹരി എന്ന ഭോലെ ബാബയുടെ നേതൃത്വത്തിൽ ഹത്രസിൽ നടന്ന പ്രാർത്ഥനയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ബന്ധുക്കളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഇവരൊക്കെ പാവങ്ങളാണ്, അതുകൊണ്ട് UP സർക്കാർ പരമാവധി സഹായങ്ങൾ ഇവർക്ക് നൽകണമെന്ന് മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടാതെ പതിവ് പല്ലവിയായി UP സർക്കാരിന്റെ വീഴ്ചയാണിതെന്ന് കുറ്റപ്പെടുത്തൽ നടത്തി. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനായി സമഗ്ര അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിനായി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ 3 അംഗ കമ്മീഷനെയും നിയോഗിച്ചു. അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവ് ശേഖരണവും കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് എങ്കിൽ അതും പുറത്തു കൊണ്ടുവരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂട്ടമരണവുമായി ബന്ധപ്പെട്ട് 6 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചടങ്ങിന്റെ സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്ന 4 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് അറസ്റ്റിലായത്. പ്രധാന പ്രതിയായ ചടങ്ങിന്റെ മുഖ്യ സേവദാർ ദേവ് പ്രകാശ് മധുകർ ഒളിവിലാണ്. ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 2 ചൊവ്വാഴ്ച സത്സംഗം നടന്ന സ്ഥലത്താണ് തിക്കിലും തിരക്കിലും പെട്ട് 120-ലധികം ആളുകൾ മരിച്ചത്. തീർച്ചയായും ഇതൊരു വലിയ ദുരന്തം തന്നെയാണ്. പരിപാടി നടക്കുന്നത് സ്ഥലത്ത് പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് വന്നത്. കടുത്ത ചൂടും ഈർപ്പവും കാരണം തിരക്കിൽപ്പെട്ട ആളുകൾ കുഴഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് പരിപാടി അവസാനിച്ചതായി ബാബ അറിയിച്ചത്. ഇതോടെ കുറെ പേർ പെട്ടെന്ന് തിരക്കിൽ നിന്നും പുറത്തു കടക്കാനായി ഇടുങ്ങിയ കവാടത്തിലേക്ക് നീങ്ങി. കുറെ പേർ ബാബയുടെ കാൽച്ചുവട്ടിലെ മണ്ണെടുക്കാനായി കുനിഞ്ഞു. തള്ളും തിരക്കും ഒരു വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ഈ ദുരന്തത്തിൽ UP സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധി അറിയേണ്ട മറ്റു ചില വസ്തുതകളുണ്ട്. അഖിലേഷ് യാദവ് അടക്കമുള്ള ധാരാളം സമാജ്വാദി നേതാക്കൾ ബാബയുടെ സത്സംഗത്തിൽ ആദരപൂർവ്വം പങ്കെടുക്കാറുണ്ട്. അഖിലേഷ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ബാബയെ കുറിച്ച് എഴുതുക പോലും പതിവായിരുന്നു. യോഗി ആദിത്യനാഥ് അല്ല ഭോലെ ബാബയെ വളർത്തിയത്. താൻ പ്രതിനിധീകരിക്കുന്ന മുന്നണിയിലെ നേതാവുമായി അടുപ്പമുള്ള ബാബയുടെ സത്സംഗത്തിലെ സുരക്ഷയില്ലായ്മയ്ക്കും പഴി യോഗി ആദിത്യനാഥിനാണ്. കൂടാതെ ഭോലെ ബാബയുടെ ക്രിമിനൽ പശ്ചാത്തലവും ശ്രദ്ധേയമാണ്. 2000-ൽ ബാബയെ പോലീസ് അറസ്റ്റ് ചെയ്തതായും വാർത്തയുണ്ട്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ മൃതദേഹം മറവു ചെയ്യാൻ അനുവദിക്കാതെ ബാബയും കൂട്ടരും മൃതദേഹം കൈക്കലാക്കാൻ ശ്രമിച്ചതായും പോലീസ് എത്തി ഇതെല്ലാം തടഞ്ഞതും വാർത്തയായിരുന്നു. എന്നാൽ ആ കേസ് പോലീസ് തന്നെ അന്ന് അവസാനിപ്പിച്ചതായും പറയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് ജില്ലയിൽ പോലീസായിരുന്നു സുരാജ് പാൽ. 1990-ൽ ഇയാൾ ജോലി ഉപേക്ഷിച്ച് ഈശ്വര സേവയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. നാരായൺ സഖർ വിശ്വഹരി അഥവാ ഭോലെ ബാബ എന്നായിരുന്നു പിന്നീട് ഇയാൾ അറിയപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ ഭക്തർ അല്ലെങ്കിൽ ശിഷ്യർ എല്ലാവരും തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കൂലിവേലക്കാരായിരുന്നു. അവർക്കാകട്ടെ ഭോലെ ബാബ ദൈവത്തിന്റെ അവതാരം തന്നെയായിരുന്നു. ശിഷ്യരുടെ അഭിപ്രായത്തിൽ ബാബയ്ക്ക് രോഗശാന്തി വരുത്താനും പ്രേതബാധകൾ ഒഴിപ്പിക്കാനും തുടങ്ങി നിരവധി അത്ഭുത ശേഷിയുള്ളയാളാണ്. ബാബ എപ്പോഴും വെളുത്ത പാന്റും ഷർട്ടും ടൈയും അല്ലെങ്കിൽ വെളുത്ത പൈജാമയും കുർത്തയുമായിരിക്കും ധരിക്കുക. ശിഷ്യർക്ക് പിങ്ക് നിറമാണ് യൂണിഫോമിന്. ബാബയുടെ ഭക്തർ അദ്ദേഹത്തിന്റെ ചിത്രമുള്ള മഞ്ഞ ലോക്കറ്റ് ധരിക്കുന്ന പതിവുമുണ്ട്. ഓരോ ഗ്രാമത്തിലും 10 മുതൽ 15 പേരെങ്കിലും ശിഷ്യരായി ബാബയ്ക്കുണ്ട്. 12 തവണ ബാബ നടത്തുന്ന സത്സംഗത്തിൽ പങ്കെടുത്താൽ മാത്രമേ ശിഷ്യനാകാൻ സാധിക്കൂ. ബാബ നടത്തുന്ന സത്സംഗത്തിലേക്ക് ഗ്രാമീണരെ നയിച്ചു കൊണ്ടുപോകുന്നത് ശിഷ്യരാണ്. വാഹനങ്ങൾ, ഭക്ഷണം, വെള്ളം എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ഗ്രാമീണരെ കൊണ്ടുപോകുന്നത്. ഗ്രാമീണർ ധാരാളമായി ബാബയുടെ പരിപാടിയിലേക്ക് എത്താറുണ്ടായിരുന്നു. ജൂലൈ 2-ന് പരിപാടി നടക്കുന്നത് സ്ഥലത്ത് പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് വന്നത്. കടുത്ത ചൂടും ഈർപ്പവും കാരണമാണ് തിരക്കിൽപ്പെട്ട ആളുകൾ കുഴഞ്ഞു തുടങ്ങിയത്. പരിപാടി നടക്കുന്ന സ്ഥലത്ത് സാധാരണയായി എടുക്കേണ്ട മുൻകരുതൽ ഒന്നും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന ആരോപണമുണ്ട്. ഇന്ത്യ മുന്നണിയിലെ സമാജ്വാദി പാർട്ടി നേതാവിന് ബാബയുമായുള്ള ബന്ധം അന്വേഷിക്കാനാണ് രാഹുൽ ഗാന്ധി ആദ്യം ശ്രമിക്കേണ്ടിയിരുന്നത്. അല്ലാതെ സംഭവത്തിൽ ത്വരിതഗതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ച യോഗി ആദിത്യനാഥിനെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടത്തുകയല്ല ചെയ്യേണ്ടത്.